പാവപ്പെട്ട ആശാവർക്കർമാർ പല രാഷ്ട്രീയ കളികളുടെയും ഇരയാവുകയാണ് എന്ന ഇ.പി. ജയരാജന്റെ വാക്കുകളെ വളച്ചൊടിച്ചാണ് പല മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ദിവസങ്ങളായി ആശാവർക്കർമാരെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന കളികളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയാക്കി മാറ്റുന്ന കുടിലതന്ത്രമാണ് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർക്ക് കേരളം മതിയായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നും ഇനി നൽകേണ്ടത് കേന്ദ്രമാണ് എന്നും അത് അനുവദിക്കാത്തത് കൊണ്ടാണ് തരാൻ കഴിയാത്തതെന്നും മാത്രമാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. എന്നാൽ അതിനോടൊപ്പം ചേർത്ത ആശാവർക്കർമാരുടെ സമരം ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചത് എന്ന ഒരൊറ്റ വാക്യത്തിനെ മാത്രം കൂട്ടുപിടിച്ച് അത് ആശാവർക്കർമാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം. ഇടതുമുന്നണിയാണ് ആശമാരുടെ ശമ്പളം 7000 രൂപ വരെ ഉയർത്തിയത് എന്നും അതൊക്കെ തിരിച്ചറിഞ്ഞ ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് എന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന സ്തംഭനത്തിന് പരിഹാരം എന്നോണം പറഞ്ഞ നേതാവിന്റെ വാക്കുകളെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്ത് ആശാവർക്കർമാർക്കും സർക്കാരിനും ഇടയിലുള്ള അഭിപ്രായ ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന കോൺഗ്രസുകാരുടെ സ്വഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1 രൂപ പോലും അധികം അനുവദിക്കാതെ ആശമാരെ പറഞ്ഞു പറ്റിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ പറഞ്ഞു വിട്ടിട്ട് മൗനം പാലിച്ചിരിക്കുന്ന ബി.ജെ.പിക്കാരും ഇപ്പോൾ ഇതിന് കൂട്ടുപിടിക്കുകയാണ്. ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തിയിരിക്കുകയാണ് എന്നും അനാവശ്യമായ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുമാണ് ഇ.പി. ജയരാജൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ രീതിയിൽ കൊണ്ടെത്തിച്ച നേതാക്കന്മാരോട് പോയി അവരെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് ജോലി ചെയ്യാനും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വാങ്ങി സുരക്ഷിതമായി ജീവിതം ഒരുക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും പറയൂ എന്നാണ് ഇ.പി. ജയരാജൻ കൂട്ടിച്ചേർത്തത്. ഇതിനു പുറമെ ആശാവർക്കർമാരോടൊപ്പം എന്തിനും സംസ്ഥാന സർക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പും ഇ.പി. ജയരാജൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ആശാ തൊഴിലാളികളെല്ലാം സേവന രംഗത്തുള്ളവരാണെന്നും അവരെ നിയമിക്കുന്നതും അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളേണ്ടതും കേന്ദ്രമാണ് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആശമാർക്കെതിരെ ഉള്ളതാണ് എന്ന് വളച്ചൊടിച്ചതിനൊപ്പം ഉടനെ തന്നെ കോൺഗ്രസിലെയും ബി.ജെ.പിയിലെയും അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും ആശമാരുടെ സമരപ്പന്തലിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇതൊക്കെ നാടകമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇ.പി. ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും ഒക്കെ സമരത്തെ പുച്ഛിച്ചു തള്ളുകയാണ് എന്നുള്ള ചിന്താഗതിയെ ഊട്ടിയുറപ്പിക്കാനാണ് ഇപ്പോൾ തന്നെ നേതാക്കളെല്ലാം ആശമാരുടെ അടുത്തേക്ക് എത്തിയതും ഐക്യദാർഢ്യം വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാനുമുള്ള കാരണം. പക്ഷേ സന്ധ്യ മയങ്ങും വരെ മാത്രമേ ഈ ഐക്യദാർഢ്യം ഉണ്ടാവൂ. സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ കൊതുകിന്റെ കടിക്ക് കൊള്ളാനും മഞ്ഞു കൊള്ളാനും ഈ നേതാക്കന്മാരെ ഒന്നും കിട്ടില്ല. ഇനി അതൊന്നുമല്ല, ഒരു രാത്രിയും അവിടെ ആശമാരുടെ കൂടെ ഇരുന്ന് നേരം വെളുപ്പിച്ചാലും പിറ്റേന്ന് ചെന്ന് കിടക്കാൻ മുന്തിയ കട്ടിലും മണിമാളികയും ഒക്കെ ഉള്ളവരാണ് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരൊക്കെ. അവർക്കൊന്നും യാതൊരു നഷ്ടവും ഉണ്ടാകാനില്ല. നഷ്ടമുണ്ടാവുക ഒരു പക്ഷെ ആശമാരെ പിരിച്ചുവിടുക എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയാൽ അവരുടെ കുടുംബത്തിന് മാത്രമായിരിക്കും. സർക്കാർ പലവിധ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടും സാഹചര്യം തുറന്നു പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചിട്ടും സമരത്തിൽ നിന്ന് പിന്മാറാതെ ആശമാരെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്ന നേതാക്കന്മാർ ഒന്നും പിന്നീട് ഇവരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് അന്വേഷിക്കില്ല. അപ്പോഴും പലർക്കും മുന്നോട്ട് പോകാൻ കേരള സർക്കാർ നൽകുന്ന പെൻഷനും റേഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തന്നെ വേണ്ടിവരും. കോൺഗ്രസും ബി.ജെ.പിയും ആശമാരെ വെറും ഇരയാക്കുകയാണെന്നും അതിനപ്പുറം ആശമാർക്ക് യാതൊരു സഹായങ്ങളും ചെയ്യാൻ ഇവരാരും ഉണ്ടാകില്ല എന്നുമുള്ള സത്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഗതികേടെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരുന്നവരോടൊക്കെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയോട് പറഞ്ഞതുപോലെ തീർപ്പുണ്ടാക്കി അതിന്റെ പേപ്പറുമായി വാ എന്ന് പറയാനുള്ള ആർജവം ആശമാർ ഇനിയെങ്കിലും കാണിക്കണം. കോൺഗ്രസ് ബി.ജെ.പി നേതാക്കന്മാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ പാവങ്ങളുടെ വയറ്റത്തടിച്ചിട്ട് നിങ്ങൾ നേടാമെന്ന് കരുതുന്ന അധികാരത്തിനും വോട്ടിനും എന്ത് നേരാണുള്ളത്?